ഏലക്ക ഇട്ട ചായ കുടിക്കാൻ മിക്കവർക്കും ഇഷ്ടമാണ് അല്ലേ? അതുപോലെ കറികളുടെയൊക്കെ രുചി കൂട്ടാനും നമ്മൾ ഏലക്കയെ ചേർക്കാറുണ്ട്. സുഗന്ധവും രുചിയും ഗുണവും എല്ലാം കൂടെ കൂടി ചേർന്ന് ഇതിനെ മറ്റുള്ളവയിൽ നിന്ന് വേറിട്ട് നിർത്തുന്നുമുണ്ട്. പക്ഷേ ഏലക്ക ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ കറികളിലായാലും ചായയിലായാലും ഏലക്ക മുഴുവനായി ചേർക്കാറുണ്ടെങ്കിൽ ഈ ശീലം ഇന്നത്തോടെ നിർത്തിക്കോളൂ. ഏലക്കായ്ക്ക് രുചി വരുത്തുന്നത് അതിൻ്റെ ഉള്ളിലെ കുരുവിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ രുചിക്കും മണത്തിനുമായി അതിൻ്റെ തോട് ചേർക്കേണ്ട ആവശ്യമില്ല. വിപണിയിൽ വില കൂടിയ സുഗന്ധവ്യഞ്ജനമായതിനാൽ കർഷകർ പലപ്പോഴും കീടനാശിനികൾ തളിച്ചാണ് ഇതിനെ പാകപ്പെടുത്തിയെടുക്കുന്നത്. ചിലപ്പോൾ തോടിന് നിറം ലഭിക്കാൻ പച്ച നിറത്തിലുള്ള രാസവസ്തുക്കളിൽ മുക്കാറുമുണ്ട്. കടകളിൽ നിന്ന് നമ്മൾ വാങ്ങി ഇത് കഴുകുകയൊന്നും ചെയ്യാതെ തന്നെയാണ് കറികളിലേക്ക് ഇടുന്നത്. ആ സമയം ഇതിലെ കീടനാശിനിയും രാസവസ്തുക്കളും നേരെ നമ്മുടെ വിഭവങ്ങളിലേക്ക് പിടിക്കും. അതുകൊണ്ട് തോട് കളഞ്ഞ് അകത്തുള്ള കുരു മാത്രമേ എപ്പോഴും ഉപയോഗിക്കാവൂ. കടകളിൽ നിന്ന് ഏലക്കയുടെ പൊടി വാങ്ങുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഇതിൽ ഏലക്കയുടെ തൊലിയും കൂടി ചേർത്താണ് അവർ പൊടിക്കാറുള്ളത്. വീട്ടിൽ കായകൾ വാങ്ങി നമ്മൾ തന്നെ തോട് നീക്കം ചെയ്ത് പൊടിച്ചു വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇതാവുമ്പോൾ ആവശ്യാനുസരണം ഉപയോഗിക്കാൻ സാധിക്കും.